യൂരിലെത്തിച്ച ഗോവിന്ദചാമിയെ വീണ്ടും സെല്ല് മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. താഴത്തെ നിലയിലെ GF1 എന്ന സെല്ലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഗോവിന്ദചാമിക്കൊപ്പം ഒരു തടവുകാരനെ പാർപ്പിക്കാനും തീരുമാനമായിരിക്കുന്നു. ജയിൽ ഉദ്യോഗസ്ഥരുടെ റൂമിന് സമീപത്താണ് പുതിയ സെൽ. ജേസൺ ചാമളപ്പിൽ. ജേസൺ, ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ഗോവിന്ദചാമിയെ പാർപ്പിക്കുക എന്നായിരുന്നു നേരത്തെ കേട്ടിരുന്നത്. ഇപ്പോൾ സെല്ല് മാറ്റുമ്പോൾ മറ്റൊരു തടവുകാരനൊപ്പമാണോ ഗോവിന്ദചാമിയെ ഇടുന്നത്? സ്മൃതി, നേരത്തെ തന്നെ ഇന്നലെ തന്നെ F3 സെല്ലിൽ താമസിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ജയിൽ വകുപ്പിൽ നിന്ന് നിർദ്ദേശം വന്നിരിക്കുന്നു. ഇയാളുടെ കൂടെ ഒരാളെ കൂടി പാർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇയാളെ നിരീക്ഷിക്കുക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം. അങ്ങനെ കൂടെ താമസിപ്പിക്കുന്ന തടവുകാരൻ എന്ന് പറയുന്നത് വർഷങ്ങളായി അതീവ സുരക്ഷാ ജയിലിലെ തടവുകാരനാണ്. അല്പം കൂടിയും ജീവനക്കാരുമായി വിശ്വാസ്യത ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗോവിന്ദചാമിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കൂടെ ഒരു തടവുകാരനെ പാർപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ GF1 മാറ്റിയിരിക്കുന്നത്. കൂടെ ഒരാൾ താമസിപ്പിക്കുമ്പോൾ ഈ ഗോവിന്ദചാമി കഴിഞ്ഞ കണ്ണൂർ ജയിലിൽ നടത്തിയ പോലുള്ള അതിക്രമങ്ങൾക്ക് ഉള്ള സാധ്യതകൾ വിരളമാണ് എന്ന വിലയിരുത്തൽ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ GF-ലേക്ക്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറ്റിയിരിക്കുന്നു. GF1 മാറ്റിയിരിക്കുന്നു. കൂടെ ഒരു തടവുകാരനെ കൂടി പാർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം ഏറ്റവും രസകരമായ കാര്യം, ഇന്ന് ഗോവിന്ദചാമിക്കുള്ള ഉച്ചഭക്ഷണം ചോറും മട്ടനും വേണമെന്ന വിവരം കൂടി ജയിലിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സ്മൃതി. ജേസൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ നിശ്ചയിച്ച സെല്ലിൽ നിന്നും ഒരു മാറ്റമുണ്ട്. ഇപ്പോൾ താഴെ നിലയിലേക്ക് സെല്ല് മാറ്റുന്നു. അതോടൊപ്പം മറ്റൊരു തടവുപുള്ളിയെ കൂടി ഗോവിന്ദചാമിക്കൊപ്പം സെല്ലിൽ അടയ്ക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ